ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമാനൂസയുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിശാചിൻ്റെ ഉത്ഭവത്തെ പറ്റിയും അവനൊരു ശക്തിയാണോ അതോ വ്യക്തിയാണോ എന്നതിനെ പറ്റിയും ലൂസിഫർ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നതിനെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥവും സഭാ പാരമ്പര്യവും ദൈവശാസ്ത്രവും എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പിശാച് ആദ്യം ദൈവസൃഷ്ടിയായ നല്ലൊരു മാലാഖയായിരുന്നു എന്നാണ് സഭാപ്രബോധനം. പിശാചും അവൻ്റെ ദൂതന്മാരും പ്രകൃത്യാ നല്ലവരായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. എങ്കിലും ദൈവദത്തമായ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം മൂലം അവർ സ്വയം ദുഷ്ടരായി തീർന്നു. മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ മാലാഖമാർക്ക് അവരുടെ പതനത്തിനു ശേഷം മനസ്താപം സാധ്യമല്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 391 മുതൽ 393 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. പുറന്തള്ളപ്പെട്ട മാലാഖമാരെ പറ്റി പുതിയ നിയമത്തിലെ സൂചനകളുണ്ട്. 2 പത്രോസ് 2 അധ്യായം 4 വാക്യത്തിലും യൂദാശ്ലീഹയുടെ ലേഖനം 6 വാക്യത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പിശാചുകളെ പറ്റി ധാരാളം വിവരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം, ജോബിൻ്റെ പുസ്തകം, വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തിന്മയുടെ പിശാചിൻ്റെ സ്വഭാവത്തെ പറ്റി നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അവൻ പുറന്തള്ളപ്പെട്ട മാലാഖയാണ്, അഹങ്കാരിയാണ്, ദുഷ്ടനാണ്, നുണയനാണ്, വഞ്ചകനാണ്, നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ്. എന്നാൽ ഈശോ തൻ്റെ സഹനമരണ ഉദ്ധാനങ്ങളിലൂടെ അവനെ തോൽപ്പിച്ചു. പിശാച് ഒരു വ്യക്തി എന്നതിനേക്കാൾ ശക്തിയാണ് എന്ന കാഴ്ചപ്പാടിനാണ് സഭാ പാരമ്പര്യങ്ങളിൽ മുൻതൂക്കം. 1215 4 ലാറ്ററൻ കൗൺസിലും പിന്നീട് പോൾ 6 മാർപ്പാപ്പയും ജോൺ പോൾ 2 മാർപ്പാപ്പയും പിശാചിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. പിശാച് ഒരു വ്യക്തിയാണെങ്കിലും ഒരിക്കലും അവൻ ദൈവത്തിന് തുല്യനല്ല. അവൻ ഒരു സൃഷ്ടിയാണ്. പുതുതായി ഒന്നു തന്നെ സൃഷ്ടിക്കാൻ അവന് സാധിക്കത്തില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് ഇങ്ങനെ പറയുന്നു: പുറന്തള്ളപ്പെട്ട മാലാഖമാർ സ്വമനസ പരമോന്നത നന്മയായ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചതിനാൽ അവർക്ക് ലഭിച്ച ശിക്ഷ നീതിയും ന്യായവുമാണ്. വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: തിന്മ എന്നത് നന്മയുടെ വിപരീത അവസ്ഥ എന്നതിനേക്കാൾ അത് നന്മയുടെ അഭാവമാണ്. എന്താണ് പിശാചിൻ്റെ പാപം? അത് അഹങ്കാരമാണ്. ദൈവത്തെ സേവിക്കാൻ അവൻ വിമുഖത കാണിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 391, 392. എന്താണ് അവൻ്റെ ലക്ഷ്യം? ഈശോ മിശിഹായുടെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിനെ നിരന്തരം എതിർക്കാനും അതുവഴി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനും അവൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പിശാചുകൾ ഉണ്ടാകാനോ മാലാഖമാരുടെ പതനത്തിനോ സാധ്യതയുണ്ടോ എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. സഭ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, അത് സാധിക്കില്ല. കാരണം മാലാഖമാർ ഒരിക്കലെടുത്ത തീരുമാനം അത് ഒരേ ഒരു തീരുമാനമാണ്, അടിസ്ഥാനപരമാണ്, അവർക്ക് തിരിച്ചെടുക്കാനാവാത്തതാണ്, നിത്യതയിലാണ്. അതിനാൽ അത് എന്നേക്കുമുള്ളതാണ്. മാത്രമല്ല അവരുടെ ആ തീരുമാനം അതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഉള്ളതായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലൂസിഫർ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ലത്തീൻ വിവർത്തനമായ വുൾഗാത്തയിലാണ് ലൂസിഫർ എന്ന പദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ യെശയ്യാ 14:12 ബാബുലോൺ രാജാവിനെക്കുറിച്ച് യെശയ്യാ പറയുന്ന വാക്കുകൾ ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രം, ലത്തീനിൽ ലൂസിഫർ എന്നാണ്. ബാബിലോണിനെ ദൈവത്തെ വെല്ലുവിളിക്കുന്നതിന് പ്രതീകമായിട്ടാണ് യെശയ്യാ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടെ ബാബിലോണിൻ്റെ പതനത്തെ മുഖ്യദൂതനായ ലൂസിഫർ പിശാചുകളുടെ തലവനായി തീർന്നതിൻ്റെ ഒരു വിവരണമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചു. ഒരു വ്യക്തി പൂർണ്ണമായും പിശാചിൻ്റെ അടിമത്തത്തിലാകുന്ന അവസ്ഥയാണ് പൈശാചിക ബാധ. ഇത്തരം അവസരങ്ങളിൽ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ വഴി, എക്സോർസിസം വഴി മാത്രമേ ഇക്കൂട്ടരെ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാനാവൂ. നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മനുഷ്യൻ അനുവദിക്കാത്തിടത്തോളം കാലം ഒരിക്കലും പിശാചിന് അവൻ്റെ മേൽ യാതൊരുവിധ അധികാരവും നിയന്ത്രണവും ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ തിന്മയോട്, പിശാചിനോട് നമുക്കുണ്ടാവേണ്ട മനോഭാവം ഭയമല്ല, മറിച്ച് ജാഗരൂകതയും വിവേകവും നിരന്തരമായ പ്രാർത്ഥനയും എല്ലാറ്റിലും ഉപരിയായി സഭയോടും കുദാശകളോടും ചേർന്നുള്ളൊരു ജീവിതവുമാണ്. അതിനായി ഈശോ മിശിഹാ നമ്മെ അനുഗ്രഹിക്കട്ടെ.